ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് ഗവർണർ. ഞാൻ ഇന്ന് കാണിക്കുന്നത് കാർബറേറ്റർ പിക്കപ്പ് ഇല്ല, വണ്ടി വലിക്കാത്ത പ്രശ്നം കൊണ്ട് എങ്ങനെയാണ് വലിക്കാതെ വരുന്നത് എന്നുള്ളത്. വണ്ടി ആക്സിലേഷൻ എത്ര കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മൂവ് ആവില്ല. അപ്പം അത് എന്താണ് കാരണം എന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ചില ആളുകൾ ഒരു മണ്ടത്തരം കാണിക്കലുണ്ട്, ഈ സ്പ്രിങ് എടുത്ത് വലിച്ച് ടെൻഷനാക്കി ഇടും. ഈ സ്പ്രിങ് ഒരു കാരണവശാലും വലിച്ച് നീട്ടുക അതല്ലെങ്കിൽ ചുരുക്കം ഒന്നും ചെയ്യരുത്. കാരണം സ്പ്രിങ് ഇതിൻ്റെതായ പ്രോപ്പർ എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഇത് വലിച്ച് നീട്ടിയിടാൻ നിൽക്കരുത്, വണ്ടി വലിക്കൂല. ഇതൊക്കെ ടെമ്പറായി പോയി. ഞാൻ പറഞ്ഞത് ഇത് സ്മൂത്ത് അല്ല, ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ട് റബ്ബർ. അപ്പം ഇങ്ങനെ ഹാർഡായി ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകണ്ടല്ലോ, ഈ ഒരു ഫോൾഡിങ് ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. അപ്പം ഈ സ്ലൈഡർ എങ്ങനെയാണ് പിന്നെ കംപ്ലൈന്റ് ആവുന്നത് വെച്ചാൽ, ഇതിലൂടെ എയർ വലിക്കുക. എയർ വലിക്കുന്ന സമയത്ത് നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് എയർ ഫിൽറ്റർ ക്ലോഗ് ആവുക, അതല്ലെങ്കിൽ എയർ ഫിൽറ്ററിന് ബാക്കിൽ എൽബോ ക്രാക്ക് വരിക, അതൊക്കെ സമയത്ത് നല്ല പൊടി ഇതിലൂടെ വലിച്ചു കയറും. അപ്പോൾ വലിച്ചു കയറുമ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന ഇതിലൂടെ എയർ വലിച്ചിട്ടാണ് ഈ സാധനം ഡയഫ്രം പൊങ്ങുന്നത്. ഈ രണ്ട് ഹോളിലൂടെ എയർ ഉള്ളിലേക്ക് കയറുമ്പം ഈ ഡയഫ്രം പൊങ്ങും. ഈ ഡയഫ്രം അങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഈ ഡയഫ്രം അങ്ങനെ പൊങ്ങി വരുന്ന സമയത്താണ് ഈ സമ്പിലുള്ള പെട്രോള് വലിച്ച് ഉള്ളിലേക്ക് പോകുന്നത്. ഈ നീഡിൽ പൊങ്ങും. ഈ നീഡിൽ പൊങ്ങുന്നതിനനുസരിച്ച് പെട്രോൾ വലിച്ച് ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നതനുസരിച്ച് ഇത് പൊങ്ങാതെ വരും. അപ്പോൾ ആക്സിലേഷൻ എത്ര കൊടുത്തു കഴിഞ്ഞാലും എയർ ഇതിൽ കയറിയാൽ ഇത് പൊങ്ങാതെ വരും. പൊങ്ങാതെ വരാനുള്ള കാരണം ഇത് സ്ക്രാച്ച് ആവും. അപ്പോൾ ഈ കോട്ടിങ് പോയി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു. അപ്പം ഇവിടെയും സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ശരിക്കും ഇതൊക്കെ പോളിഷ് ചെയ്തൊക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് കോടുണ്ട്. ശരിക്ക് ഒരു സ്മൂത്ത് പേപ്പറൊക്കെ ഇട്ടുകാട്ട് ഇപ്പം മാറ്റാനൊന്നും താൽക്കാലിക സാമ്പത്തിക അനുവദിക്കുന്ന 1000 രൂപ 990 സംതിങ് വില ഉണ്ട് ഇതിന്. 1000 രൂപ വില ഉണ്ട് ഇതിന്. അപ്പം ഇത് തൽക്കാലം മാറ്റാൻ സാമ്പത്തികം അനുവദിക്കുന്നില്ല എങ്കിൽ ഇത് ശരിക്കും പേപ്പർ ചെയ്യുക. ശരിക്കും പേപ്പർ ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കും. ഇതിൻ്റെ ഉള്ള ഒരു കോട്ടിങ്ങും എഫക്റ്റീവ് അല്ല. അപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പെയിന്റിങ് കോട്ടിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുന്നില്ല. അതൊക്കെ വെറുതെ ഒരു വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ്. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഒന്നും ചെയ്തിട്ടും കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത് ശരിക്ക് പേപ്പർ ചെയ്ത് സ്മൂത്ത് ചെയ്യുക എന്നുള്ളതാണ്. പേപ്പർ ചെയ്ത് ശരിക്ക് സ്മൂത്ത് ചെയ്യുക. അതുമാതിരി തന്നെ ഇതിൻ്റെ ആ ഒരു ബോറും കറക്റ്റ് സ്മൂത്ത് ചെയ്യുക. ഇതിൻ്റെ ബോറും ശരിക്ക് പേപ്പർ ചെയ്യണം. അപ്പോൾ പേപ്പർ നല്ല സ്മൂത്ത് ആക്കി ശരിക്കും വരച്ച് ജസ്റ്റ് ഒരു ലൂബ്രിക്കേഷൻ, ഒരു ഓയിലോ എന്തെങ്കിലും ഇവിടെ കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഓയിൽ ജസ്റ്റ് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ട് സ്ലൈഡർ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാത്ത സമയത്താണ് നമുക്ക് ഈ പിക്കപ്പ് ഇല്ലാതെ വരുന്നത്. ആക്സിലേറ്റർ എത്ര പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ പൊങ്ങണമല്ലോ. ഈ സാധനം പൊങ്ങണമെന്ന് ഇതിൽ എയർ കയറി ഈ ഡയഫ്രം ഇങ്ങനെ അങ്ങോട്ട് വരും, എയർ കയറിയിട്ട്. പിന്നെ താഴ്ന്ന സമയത്ത് ഈ സ്പ്രിങ്ങിന്റെ ലോഡ് കൊണ്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. അപ്പം അതാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പൊ കാർബറേറ്റർ പിന്നെ ഇത് ഓടൂല എന്നിപ്പോ ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഒരു ഡയഫ്രൊക്കെ വെച്ച് ഓടാനൊക്കെ പറ്റും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇത് ഇത്രയും സ്മൂത്ത് അല്ലാത്തതും കുറച്ചൊരു ഹാർഡായിക്കൊണ്ട് റബ്ബർ ഹാർഡാകുന്നതനുസരിച്ചും നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു ക്വിക്കായിട്ടുള്ള ഒരു വർക്കിംഗ് ഉണ്ടാവില്ല. അപ്പം കുറച്ചൊരു ലാഗ് എടുക്കും വണ്ടി. അപ്പോൾ ഇത് ഡയഫ്രം ഹോളുണ്ടോ എന്നൊക്കെ നോക്കുക. ശരിക്കും ഇങ്ങനെ പൊക്കിയിട്ട് ഹോളൊന്നും ഇല്ല എങ്കിൽ അത്യാവശ്യം താൽക്കാലികമായിട്ട് ഇതിട്ട് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് കറക്റ്റായിട്ട് ആ പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റൺ അസംബ്ലി മാറ്റുകയാണ് നന്നാവുക. അതല്ല നിങ്ങൾക്ക് തൽക്കാലം സാമ്പത്തികം അനുവദിക്കുന്നില്ല, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഓടും, കുറച്ചുകൂടെ ഓടും കേട്ടോ. പക്ഷെ ഇത് ശരിക്ക് സ്മൂത്ത് ആക്കണം. സ്ക്രാച്ച് കംപ്ലീറ്റ് കളഞ്ഞിട്ട് കറക്റ്റ് സ്മൂത്ത് ആക്കിയിട്ട് ഇതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കുക. പിന്നെ എയർ ഫിൽറ്റർ മാറ്റി കൊടുക്കുക. എയർ ഫിൽറ്ററിന്റെ ബാക്കിലുള്ള എൽബോ
എൽബോ ശ്രദ്ധിക്കുക, എയർ ഫിൽറ്റർ മാറ്റി കൊടുക്കുക, ആ എൽബോ ശ്രദ്ധിക്കുക. എൽബോ ക്രാക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ മാറ്റി കൊടുത്താൽ വണ്ടി ഓടുന്നതാണ്. ഇതിപ്പോൾ ഹോളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. സക്ക് ചെയ്യുന്ന സമയത്ത് ഈ എയർ സക്ക് ചെയ്ത് ഇതിലൂടെ കയറിയിട്ട് ഈ ഹോളിലൂടെയാണ് ഇതിലൂടെയാണ് എയർ മുകളിലേക്ക് വരിക. അപ്പോൾ ഈ എയറാണ് ശരിക്കും ഡയഫ്രത്തെ മുകളിലേക്ക് വലിക്കുന്നത്. ഈ ഡയഫ്രം മുകളിലേക്ക് പൊങ്ങുന്നതിനനുസരിച്ച് ഈ നീഡിൽ മുകളിലേക്ക് പൊങ്ങും. ഈ നീഡിൽ മുകളിലേക്ക് പൊങ്ങുന്നതിനനുസരിച്ച് ഇതിലുള്ള ഈ സമ്പിലുള്ള പെട്രോൾ വലിച്ചുള്ളിലേക്ക് പോകും. അപ്പോൾ അതാണ് ഇതിന്റെ വർക്കിംഗ്. ഞാൻ ടെക്നിക്കൽ വശങ്ങളൊന്നും പറയില്ല, ഒരു നാടൻ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി വലിക്കുന്നില്ല, ആക്സിലേഷൻ എത്ര കൊടുത്തിട്ട് വണ്ടി പിക്കപ്പ് ഇല്ല എങ്കിൽ ഈ ഒരു സംഗതി കാർബറേറ്റർ അയച്ചിട്ട് കഴിയുമെങ്കിൽ ഇത് മാറ്റുക, ഈ അസംബ്ലി കംപ്ലീറ്റ് അങ്ങ് മാറ്റിക്കളയാം, സാമ്പത്തികം അനുവദിക്കുന്ന ഡയഫ്രം മാറ്റിക്കളയാം. അതല്ല എങ്കിൽ ഈ സാധനം ഇതേമായി അത് സ്മൂത്ത് ചെയ്ത് വെച്ചാണിട്ടത്. ഇത് പേപ്പർ ഇതിപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ഇത് കറക്റ്റ് സ്മൂത്ത് ചെയ്ത് വെച്ചാണ്, ഇത് സ്മൂത്ത് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ കാർബറേറ്ററിൻ്റെ പിക്കപ്പ് ഇല്ലാത്ത വിഷയം. വണ്ടി വലിക്കുമ്പം ആക്സിലേഷൻ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി നീങ്ങുന്നില്ല എങ്കിൽ ഇതാണ് ഇതിൻ്റെ വിഷയം പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.